ഓക്കെ, ഇതാണ് അടുത്ത സഖാക്കളുടെ പുതിയ പോസ്റ്റ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ ഈ 4 രൂപ കൂട്ടി, പാചകവാത വില കൂട്ടി, ഇതൊക്കെ കേന്ദ്ര സർക്കാർ കൂട്ടുന്നത് കോൺഗ്രസ് ഭരണത്തിൻ്റെ ഐശ്വര്യം പറഞ്ഞാണ്ട പുതിയ പോസ്റ്റ്. ഇവന്മാർക്കൊക്കെ എന്തിൻ്റെ കേടാ എനിക്ക് മനസ്സിലാവുന്നില്ല. 4 മിൽമ പാല് 4 രൂപ കൂട്ടി. അതാര് കൂട്ടിയതാ? അവരെ സർക്കാർ 29/4/2026 ആ ഒരു ദിവസത്തെ ന്യൂസ് നിങ്ങൾ ആ മൊട്ട പറയുന്നത് മനസ്സിലാക്കിയില്ലേ? ഇവർ, ഞാൻ പറഞ്ഞില്ലേ, ഇത് നല്ല കമ്മ്യൂണിസ്റ്റുകാരോട് പറയുന്നൊരു വീഡിയോ കേട്ടോ. അടിമകൾ ഇത് തലയിൽ കയറൂല, അതെനിക്കറിയാം. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവ വീഡിയോ ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്, അതും കൂടി കണ്ടിട്ട് പോയിക്കോളി. ആണ് ഇയാൾ മുന്നേ ഒരു ന്യൂസ് ഇട്ടീനു. ഓക്കെ, ഇപ്പോൾ ഈ ന്യൂസ് പറയുന്നുണ്ട്. അല്ല, ഈ റിപ്പോർട്ടുകാരനെ ഇവന്മാർക്ക് പണിയിച്ചാൽ തമ്മിൽ തല്ലിപ്പിക്കണം. നമ്മളെപ്പോലത്തെ നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, എല്ലാവരും ഞാൻ പറയുന്നില്ല. അടിമകൾ എങ്ങനെയായാലും അടിമകളാണ്. അവരെ തലയിൽ എന്ത് കണ്ടാലും തലയിൽ കയറൂല, അത് വേറെ വിഷയം. ഞാൻ പറയുന്നത് നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അവരാണ് ഇതിൽ. നിങ്ങൾ നല്ലത് കണ്ടാൽ നല്ലത് പറയാം. ഇപ്പോൾ പാല് 4 രൂപ കൂട്ടിയത് ഇടത് സർക്കാരാണ്. ഓക്കെ, അതന്നെ ഇവർ മാറ്റി പറയുന്നുണ്ട്. എന്നിട്ട് ഇത് കൊണ്ടുകൊണ്ടാണ് ഇവന്മാർ അവിടെ പോസ്റ്റ് ഇട്ടാണ് 4 രൂപ കൂട്ടിയത് കോൺഗ്രസ് സർക്കാരാണെന്ന്. എന്തൊക്കെയാണ് ഇനി പറയേണ്ടത്? ഇങ്ങോട്ട് അതിനൊരു ഫേക്ക് പോസ്റ്റും ഉണ്ടാക്കിയാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ പോയിക്കാണ്ട് ഇവന്മാരെന്നെ ലൈക്കിനും കമൻറ്റും ഇവന്മാരെന്നെ ഇടുക, എന്നിട്ട് അത് വൈറലാക്കുക. തെറ്റായി പ്രചരിപ്പിക്കുന്നത് കണ്ടു. ഞാൻ ഈ മിൽമ വില കൂട്ടിയത് UDF സർക്കാരാണ് എന്ന മട്ടിൽ ഒരു പ്രചരണം നടത്തി. വേണ്ട, ഇവൻ തന്നെ പ്രചരണം നടത്തിയത്. എന്നിട്ട് ഇവനിപ്പോൾ മാപ്പ് അത് ഇവനക്ക് നല്ലോണം കിട്ടുകയും ചെയ്തതാണ്. കാരണം നുണപ്രചരണം നടത്താൻ ഇവന്മാർക്ക് കഴിയും, വേറെ എന്താ കഴിയുക? അല്ല, ഈ ഞാൻ അതിനോട് ചേർന്ന് തന്നെ ആ വാർത്ത വായിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട്, തീരുമാനമെടുത്തത് LDF സർക്കാരിന്റെ കാലത്താണ്. UDF സർക്കാർ വന്നപ്പോഴാണ് അത് നടപ്പിലാക്കുന്നത്. അത് UDF സർക്കാർ എടുത്ത തീരുമാനമേ അല്ല എന്നുള്ള കാര്യം ബബ്ബളിക്കുന്ന ഇവനക്ക് തന്നെ ഒരു ഇതുണ്ട്, ഇടങ്ങേറുണ്ട്. എന്ത് ചെയ്യാനാ, അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഞാൻ ആ വാർത്ത അവതരിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നത്, ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഒരു ഭാഗം മാത്രമാണ് പ്രചരിപ്പിക്കുന്നത്. അല്ല, ഭാഗം കട്ട് ചെയ്തിട്ട് വേറെ ഭാഗം ആഡ് ചെയ്യുന്ന പരിപാടി മറ്റെടുത്ത പരിപാടിയാണ് ഇറ്റാണ് കാണിക്കുന്നത്. ഇതൊന്നും നല്ല പരിപാടി ഇല്ലെങ്കിൽ മേലെ, പ്രത്യേകിച്ച് നമ്മൾ എത്ര നല്ല മലയാളീസാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ നല്ലൊരു കൾച്ചറുള്ള ടീം വിശ്വസിക്കുന്നു നമ്മൾ. അതിൻ്റെ അടിക്കൂടെ തന്നെ ഇങ്ങനത്തെ കുറച്ച് ഈറ്റങ്ങളുണ്ട്. എന്താ ചെയ്യുക? ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം. എൻ്റെ സുഹൃത്തൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ അടിമകളാണ്. ഞാൻ ഇന്ന് അവനായിട്ട് വാക്കുണ്ടാക്കി, തലയിൽ കയറുന്നില്ല. കാരണം ഇങ്ങനത്തെ പോസ്റ്റുകളാണ് ഇവർ എഡിറ്റ് ചെയ്ത് കണ്ടും. അപ്പോൾ എല്ലാം ഒന്ന് വിശ്വസിക്കാതെ സത്യാവസ്ഥ മനസ്സിലാക്കുക.